ഹൈ ഓൾ. ഞാൻ ഡോക്ടർ ഹംറാസ്. കുറച്ച് പേർക്ക് അറിയുന്നുണ്ടാവും. ഞാനും ഡോക്ടർ ഹരിയും ചേർന്നിട്ടാണ് GP ഗൈഡ്സ് എന്നുള്ള നമ്മുടെ ഈ ഒരു ഡോക്ടേഴ്സിന്റെ കോച്ചിങ് അക്കാഡമി നടത്തുന്നത്. ഇതിപ്പോ ഞങ്ങൾ ഈ ഒരു എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മൾ ഈ ഒരു വെബിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് കേരള PSC അസിസ്റ്റന്റ് സർജൻ എക്സാമിന്റെ ഒരു അനാലിസിസ്, അതിന്റെ ഒരു ഓറിയന്റേഷൻ ആണ്. ഡേറ്റ് അനൗൺസ് ചെയ്തതിനു ശേഷമുള്ള ഫസ്റ്റ് വെബിനാർ ആണിത്. അത് നമ്മൾ കോമൺ ആയിട്ടുള്ള വെബിനാറിൽ ഇത് നമ്മുടെ ഒരു ക്രൂഷ്യൽ വെബിനാർ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി എക്സാമിന് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അറൌണ്ട് 2 months ടൈമേ ബാക്കിയുള്ളൂ. 60 ഡേയ്സിന്റെ അടുത്തുണ്ട് നമുക്ക് ഇനി എക്സാമിന് മുമ്പ്. നമ്മൾ ഓൾറെഡി 3 വെബിനാർ നടത്തിയിട്ടുണ്ട്, അറിയാലോ. നമ്മളത് ഈ ഒരു മിക്കവാറും നമ്മുടെ ലാസ്റ്റ് വെബിനാർ ആയിരിക്കും ഫോർ ജനറൽ ഓഡിയൻസിനുള്ള, നമ്മുടെ എക്സ്ക്ലൂസീവ് ഡോക്ടേഴ്സിന്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സ്റ്റുഡൻസിനുള്ള വെബിനാർസ് വേറെ ഉണ്ടാവും. ജനറൽ പബ്ലിക്കിനുള്ള ലാസ്റ്റത്തെ ഒരു വെബിനാർ ആയിരിക്കും ഇത്. ഓക്കെ, ഇത് നമ്മൾ അധികം വൈകിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളോട് ഇപ്പോൾ ഈ അടുത്തായിട്ട് ചോദിച്ച കുറെ പേരുടെ ഡൗട്ടും പിന്നെ ഞങ്ങളുടെ ജസ്റ്റ് ഞങ്ങളുടെ സ്ട്രാറ്റജീസും പറയുന്ന ഒരു വെബിനാർ ആയിരിക്കും. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചാറ്റിൽ ഇട്ടാൽ മതി, നമ്മൾ ലാസ്റ്റ് ക്ലിയർ ചെയ്യാം. നമുക്ക് അധികം സമയം കളയാതെ തന്നെ ഫുള്ളായിട്ട് നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട്. ഓക്കെ, ഹൗ ടു പ്ലാൻ യുവർ നെക്സ്റ്റ് 50 days. ഇപ്പൊ നമ്മൾ ഒരു ലേറ്റസ്റ്റ് ഇപ്പോൾ എക്സാം ഡോക്ടർ ഹരി പറഞ്ഞ പോലെ നമുക്ക് December 1 എക്സാം എന്ന് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ നമുക്ക് വന്നൊരു ഡൗട്ടാണ്, ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? കാരണം ഒരുപാട് പേര് പഠിച്ചു തുടങ്ങിയിട്ടില്ലായിരുന്നു. അത് നമുക്ക് മനസ്സിലായി. അത് നമ്മൾ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഞങ്ങൾ PSC ബോർഡിൽ വിളിച്ച് അന്വേഷിച്ചപ്പോൾ പോലും ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി അടുത്ത വർഷം എക്സാം ഉണ്ടാവുള്ളൂ എന്ന് തീർത്ത് പറഞ്ഞാണ്. നോട്ടിഫിക്കേഷൻ വന്നിട്ട് മിനിമം 4 മാസമെങ്കിലും പ്രോസസ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ് ഞങ്ങളോട് PSC ബോർഡിലുള്ള ആൾ തന്നെ ഞങ്ങളോട് പറഞ്ഞിരുന്നത്. പക്ഷെ നമുക്കറിയാലോ, എല്ലാവരും അതുപോലെ സർപ്രൈസ്ഡ് ആയിരുന്നു. ഡേറ്റ് വന്നപ്പം ആരും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ ഒരു ബോംബ് പോലെ ആണ് എക്സാമിന്റെ ഡേറ്റ് വന്നത്. പക്ഷെ അത് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ആയിട്ട് എടുത്തോളൂ. കാരണം നമുക്ക് ഇതിങ്ങനെ ഓവർ വലിച്ചു നിൽക്കുന്നതിന് പകരം പെട്ടെന്ന് തന്നെ എക്സാം കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വന്ന് പെട്ടെന്ന് തന്നെ നമുക്കൊരു പോസ്റ്റിംഗിലോട്ട് എത്താൻ പറ്റുന്ന നല്ലൊരു കാര്യം. അടുത്ത വർഷം ഇലക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഇത്ര. പിന്നെ അതൊരു റീസൺ. രണ്ടാമത്തെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ലിസ്റ്റ് എക്സ്പയർ ആയി. ഇത് രണ്ടും കാരണമാണ് എക്സാം ഇത്ര പെട്ടെന്ന് വരുന്നത്. നമുക്ക് ഇപ്രാവശ്യം കുറച്ചും കൂടി അധികം വേക്കൻസീസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കാരണം ഓൾറെഡി ഉള്ള ലിസ്റ്റ് ഇത്രയും പെട്ടെന്ന് തീർന്ന സ്ഥിതിക്ക് ഇനിയും നല്ലൊരു വേക്കൻസീസ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇനി അധികം വലിച്ചു നീട്ടുന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് വെബിനാറിലോട്ട് കിടക്കാം. ഓക്കെ, ഹൗ ടു പ്ലാൻ യുവർ നെക്സ്റ്റ് 50 days. ഞങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ GP ഗൈഡ്സ് ടീം പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഇവിടെ നമുക്ക് ആകെ നെക്സ്റ്റ് ഒരു 50 daysനുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ്. 25 സെപ്റ്റംബർ തൊട്ട് ഒരു നവംബർ 4 വരെ. അതിന് 4 വരെ ഒന്നും ഇല്ല, നവംബർ 1 തന്നെ നമുക്ക് തീരുന്നുണ്ട്. 4 വരെ ഞങ്ങൾ ബഫർ ടൈം ഒരു 3 days എന്തെങ്കിലും സാഹചര്യം കൊണ്ട് ഏതെങ്കിലും ഒരു ക്ലാസ് നമുക്ക് അവിടെ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് തീർക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു 3 days എക്സ്ട്രാ വെച്ചു എന്ന് മാത്രം. ഓക്കെ, ഈ ഒരു ഷെഡ്യൂൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഞങ്ങളുടെ ലൈവ് ക്ലാസ്സും ലൈവ് ക്ലാസിന്റെ റെക്കോർഡിംഗും മാത്രമാണെന്നുള്ളത് നിങ്ങൾ ഓർക്കണം. ഞങ്ങളുടെ ആപ്പിൽ ലൈവ് ക്ലാസ് മാത്രമല്ല, പ്രീ റെക്കോർഡഡ് ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക സെക്ഷൻ തന്നെ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഞങ്ങൾ ഇവിടെ പ്രീ റെക്കോർഡഡ് ക്ലാസ് ഇട്ടില്ല എന്ന് വെച്ചാൽ സിലബസ് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിരുന്നു, സിലബസ് ഞങ്ങൾ ലൈവ് ക്ലാസ്സിലൂടെ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രീ റെക്കോർഡ് ക്ലാസ് ഇങ്ങനെ എന്തിനാന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ഓൾറെഡി ഉള്ള സിലബസിന്റെ ക്ലാസ് തന്നെ ഒന്നും കൂടി വേറൊരു പ്രീ റെക്കോർഡ് ക്ലാസ് കേൾക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും പോയിന്റ്സ് അല്ല, നിങ്ങളിപ്പോ ഡെയിലി ഒരു 10 to 12 hours ഒക്കെ പഠിക്കാൻ ടൈം ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലൈവ് ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഓൾറെഡി ക്ലാസ്സസ് പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സസ് അപ്പുറം ഒരു ഫോൾഡറിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ കേരള PSC ആയിട്ട് ഒന്നും കൂടി ഓറിയന്റ് ചെയ്തിട്ട് നമ്മൾ ലൈവ് ഒരു MCQ ഡിസ്കഷൻസ് ഒക്കെ കുറച്ചുകൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ലൈവ് ക്ലാസ്സിലാണ്. ഈ ലൈവ് ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള PYQസും പിന്നെ സിലബസിലെ എല്ലാ ടോപ്പിക്സും നമ്മൾ ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് തന്നെ മോർ ദാൻ സഫീഷ്യന്റ് ആണ് എക്സാമിന്. ലൈവ് ക്ലാസ് ഫുൾ ആയിട്ട് ലൈവ് ക്ലാസ്സും അതിന്റെ റെക്കോർഡിംഗ്സും. ലൈവ് ക്ലാസ് ഡെയിലി നൈറ്റ് അറൌണ്ട് 8 o'clock ഉണ്ടാവുക അറിയാലോ. ഇപ്പൊ 8 to 1 to 1.5 hours ലൈവ് ക്ലാസ് ഉണ്ടാവുള്ളൂ. ഒരു 9:30 ആകുമ്പോഴേക്കും ലൈവ് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യും. അതിന്റെ റെക്കോർഡിംഗ് നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പൊ ഈ ലൈവ് ക്ലാസ്സും ലൈവ് ക്ലാസിന്റെ റെക്കോർഡിംഗ്സും മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് PSCക്ക് വേണ്ട നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഒരു 80-90% അല്ലെങ്കിൽ 100% ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പൊ നിങ്ങൾ പ്രീ റെക്കോർഡഡ് ക്ലാസ്സിലേക്ക് ഓവർ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ സമയമുള്ള ആളാണെങ്കിൽ ഓൾറെഡി കാണാം. അതെ, ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. എന്ത് എക്സ്ട്രാ കിട്ടിയാലും നല്ല തന്നെ. പക്ഷേ എക്സ്ട്രാക്ക് വേണ്ടി പോകുമ്പോൾ ബേസിക്സ് ആണ് നമ്മൾ മറക്കരുത്. മിനിമം പഠിക്കാനുള്ളത് പഠിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം, എക്സ്ട്രാ പഠിക്കാൻ. സിംപ്ലിഫൈഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് പ്രീ റെക്കോർഡഡ് ക്ലാസ് കാണാൻ പോകുന്നുണ്ടെങ്കിൽ ആദ്യം ലൈവ് ക്ലാസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ്
പ്രീ റെക്കോർഡ് ക്ലാസ്സസ് കാണാൻ പാടുള്ളൂ. ഈ പ്രീ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ലൈവ് ക്ലാസ് റെക്കോർഡ് അല്ല കേട്ടോ. പ്രീ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ലൈവ് നടത്താണ്ട് ഡയറക്റ്റ് ഫാക്കൽറ്റീസിന് ഞങ്ങൾ ലൈവ് റെക്കോർഡിംഗ് മാത്രമായിട്ട് കളക്ട് ചെയ്ത വീഡിയോസ് ആണ്. അതും ലൈവ് ക്ലാസ് റെക്കോർഡിംഗും രണ്ടും രണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ഷെഡ്യൂൾ ഒന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഈ ഷെഡ്യൂളിൽ ഇപ്പൊ നമുക്ക് 2 ബാച്ചസ് ഉണ്ട്. ഒന്ന് മാസ്റ്റർ കേരള PSC അസിസ്റ്റന്റ് സർജൻ, സെക്കൻഡ് ബാച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ എഡ്ജ് ബാച്ച് ഫോർ കേരള PSC അസിസ്റ്റന്റ് സർജൻ എക്സാം. ഈ 2 ബാച്ചസിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസ്റ്റർ കേരള PSC അസിസ്റ്റന്റ് സർജൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 1.5 മാസം മുന്നേ സ്റ്റാർട്ട് ചെയ്തതാണ്. അതിൽ ഓൾറെഡി കഴിഞ്ഞു പോയ ലൈവ് ക്ലാസ്സസ് റെക്കോർഡഡ് ആയിട്ടാണ് നമ്മൾ ഫൈനൽ എഡ്ജ് ബാച്ചിലെ സ്റ്റുഡൻസിന് കൊടുക്കുന്നത്. ആ റെക്കോർഡിങ്സ് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങളെ ഓവർ ബേർഡൻ ചെയ്യാതെ അപ്ലോഡ് ചെയ്യുന്നതിന്റെ ഷെഡ്യൂളാണ് ഈ ലൈവ് റെക്കോർഡഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ കൊടുത്ത ഷെഡ്യൂള് നിങ്ങൾക്ക് കഴിഞ്ഞു പോയ ലൈവ് ക്ലാസ്സസ് മിസ്സായ ആളുകൾക്ക് അതിന്റെ റെക്കോർഡിംഗ് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ഷെഡ്യൂളാണ് ഈ ലൈവ് റെക്കോർഡ്. ഓഗസ്റ്റ് 20 തൊട്ട് നമ്മൾ ലൈവ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിരുന്നല്ലോ. ഇപ്പൊ സെപ്റ്റംബർ 25 തുടങ്ങുന്ന സമയത്ത് ഒരു 20 ക്ലാസ്സസിന്റെ അടുത്ത് 16 to 20 ക്ലാസ്സസ് ലൈവ് നമ്മൾ നടത്തിയത് ഓൾറെഡി മിസ്സായി പോയ ആളുകൾക്ക് ആ ലൈവ് ക്ലാസ്സിന്റെ തന്നെ റെക്കോർഡിംഗ് ആണ് ഈ ഒരു ലൈവ് ക്ലാസ് റെക്കോർഡഡ് എന്നുള്ള ഒരു ഭാഗത്ത് നമ്മൾ കൊടുത്തിട്ടുള്ളത്, അല്ലാതെ പ്രീ റെക്കോർഡഡ് ക്ലാസ്സസ് അല്ല. ഓക്കെ, അപ്പൊ മാസ്റ്റർ കേരള PSC അസിസ്റ്റന്റ് സർജൻ എക്സാം എന്ന് പറഞ്ഞ കോഴ്സ് ജോയിൻ ചെയ്ത ആളുകൾ ഈ ലൈവ് എന്ന കോളം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അവർ ഈ ലൈവ് ക്ലാസ്സസ് ആണ് ഫോളോ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഫൈനൽ എഡ്ജ് ബാച്ചിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് ഈ ലൈവും കാണണം, അതിന്റെ കൂടെ നമ്മൾ ഷെഡ്യൂൾ പ്രകാരം അപ്ലോഡ് ചെയ്യുന്ന ലൈവിന്റെ റെക്കോർഡിംഗ്സും കാണണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സിലബസ് കവർ ചെയ്യാൻ. അതെ, ഈ കഴിഞ്ഞു പോയ ലൈവ് ക്ലാസ്സസ് ഇനി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹെക്ടിക് ടാസ്ക് ആണെന്ന് മാത്രമല്ല അതിനുള്ള ടൈമില്ല. കാരണം 60 ദിവസത്തിന്റെ അടുത്തുള്ളൂ. ആകെ കുറച്ച് മണിക്കൂറുള്ളൂ. ഈ ലൈവ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ആപ്പിലുള്ള പോലെ നമ്മൾ 5-6 മണിക്കൂറൊന്നും ഇല്ല. ഇതാകോ ഡോക്ടർ ഹരി പറഞ്ഞ പോലെ ആകെ 1-1.5 മണിക്കൂറേ ഉള്ളൂ. 8 മണിക്ക് തുടങ്ങുന്ന രാത്രി 8 മണിക്ക് തുടങ്ങുന്ന ക്ലാസ് ഞങ്ങൾ മാക്സിമം 9:30, 9:45 ആ റേഞ്ച് ആകുമ്പോൾ 1-1.5 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ക്ലാസ് തീർക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു മണിക്കൂർ 1.5 മണിക്കൂറിന്റെ ക്ലാസ് ആയതുകൊണ്ടാണ് ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈവ് ക്ലാസിന്റെ ഒരു റെക്കോർഡിങ്ങും ആ ദിവസം തന്നെ ചില ദിവസങ്ങളിൽ ഞങ്ങൾ വെക്കാനുള്ള കാരണം എങ്കിൽ കൂടി അങ്ങനെയാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഞങ്ങളുടെ ഈ ഒരു ഷെഡ്യൂൾ പ്രകാരം പോയി കവർ ചെയ്യാൻ പറ്റും. സിലബസ് ഷെഡ്യൂളിന് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി MCQ ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അത് ഈ ഒരു ഷെഡ്യൂളിൽ പ്രകാരമായിരിക്കും. അതായത് ഫോറൻസിക്കിന്റെ ക്ലാസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ നമ്മൾ ഫോറൻസിക് ബേസ്ഡ് ആ കഴിഞ്ഞു പോയ ക്ലാസിന്റെ ടോപ്പിക് വെച്ചിട്ടാണ് ഡെയിലി MCQ ഡിസ്കഷൻ നടത്തുക. പീഡിയാട്രിക്സ് കഴിഞ്ഞാൽ അതിന്റെ ആയിരിക്കും. ഡെയിലി MCQ ഡിസ്കഷൻ ഞങ്ങൾ ഈ വളരെ റീസെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് 2 ആഴ്ച കൂടുമ്പോൾ ആ 2 ആഴ്ച നടത്തിയ ലൈവ് ക്ലാസിന്റെ ഒരു എക്സാം നടത്തും. ലൈവ് ക്ലാസിന്റെ എക്സാം നടത്തും. പിന്നെ വീണ്ടും 2 ആഴ്ച നമ്മൾ ലൈവ് ക്ലാസ് നടത്തും. 2 ആഴ്ച കൂടുമ്പോൾ വീണ്ടും ആ ലൈവ് ക്ലാസിന്റെ മോക്ക് ടെസ്റ്റ്. അതാണ് നമ്മുടെ പ്ലാൻ. പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ആണ് നമ്മൾ മെഗാ ഗ്രാൻഡ് ടെസ്റ്റും സീരീസും റിവിഷൻ ക്ലാസ്സസ് ഒക്കെ റിവിഷൻ എക്സാംസ് ഒക്കെ വരുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്തെന്ന് വെച്ചാൽ റീസെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഡെയിലി അവർക്ക് കുറച്ചെങ്കിലും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി സ്റ്റുഡൻസ് റിക്വസ്റ്റ് ചെയ്തപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ടോപ്പിക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിനെ പറ്റി ഒരു 10-20 ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആ ടോപ്പിക്കിന്റെ നമുക്ക് റിവിഷനും ആവും. ആ ടോപ്പിക്ക് നമുക്ക് എത്രത്തോളം മനസ്സിലായെന്ന് നമുക്ക് അനലൈസ് ചെയ്യാനും പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു രീതി സ്റ്റാർട്ട് ചെയ്തത്. അത് നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ആ ടെസ്റ്റിന്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നത്. എക്സ്ക്ലൂസീവ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് നമ്മുടെ ജോയിനീസിന്, അതിലാണ് ലിങ്ക് ഷെയർ ചെയ്യുന്നത്. വേറെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഈ SPM എന്തുകൊണ്ട് 2 ദിവസം കൊണ്ട് SPM തീരും എന്നുള്ളൊരു ഡൗട്ട്. അതായത് കമ്മ്യൂണിറ്റി മെഡിസിൻ 2 ദിവസമേ ഉള്ളൂ ഷെഡ്യൂളിൽ. അപ്പൊ 2 ദിവസം കൊണ്ട് എങ്ങനെ തീരും എന്നുള്ളൊരു ഡൗട്ട് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്ക് കമ്മ്യൂണിറ്റി മെഡിസിൻ എടുക്കുന്നത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് കുറെ കാലം നാഷണൽ ലെവൽ ഫാക്കൽറ്റിയാണ് നമുക്ക് കമ്മ്യൂണിറ്റി മെഡിസിൻ ഫാക്കൽറ്റി ആയിട്ടുള്ളത്. അപ്പൊ ആ ഡേറ്റ്സ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഇപ്പൊ 2 ഡേറ്റ്സ് നമുക്ക് ഫിക്സ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ കമ്മ്യൂണിറ്റി മെഡിസിന് നമുക്ക് വേണമെങ്കിൽ വേറൊരു ഫാക്കൽറ്റിയും നോക്കാം. പക്ഷേ എന്തുകൊണ്ട് ഞങ്ങൾ അവിടെ റിസ്ക് എടുക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേരള PSC അസിസ്റ്റന്റ് സർജൻ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വൺ ഓഫ് ദ ഏറ്റവും വെയിറ്റേജ് ഉള്ള ഒരു സബ്ജക്ട് ആണ്. ഈവൻ നിങ്ങൾ ഇനി ഇത് പാസ്സായ നെക്സ്റ്റ് ഫേസ് എന്താണ്? ഇന്റർവ്യൂ ആണ്. ആ ഇന്റർവ്യൂലോട്ട് പോയാൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് എവിടെ നിന്നാണ്? കമ്മ്യൂണിറ്റി മെഡിസിൻ ആണ്. സോ കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് യാതൊരു റിസ്ക് എടുക്കാൻ പറ്റില്ല. ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റിനെ വേണം എന്ന ഞങ്ങളുടെ ഒരു ഒറ്റ നിർബന്ധ പ്രകാരമാണ് ഞങ്ങൾ ആ ഫാക്കൽറ്റിയെ തന്നെ ഞങ്ങൾ തീരുമാനിച്ചത്. ആ ഫാക്കൽറ്റിന്റെ ഡേറ്റ് ഈ 2 ദിവസങ്ങളിൽ നമുക്ക് അത്യാവശ്യം സമയം എടുത്തിട്ടാണെങ്കിലും കമ്മ്യൂണിറ്റി മെഡിസിൻ സിലബസ് കേരള PSC അസിസ്റ്റന്റ് സർജൻ ലേറ്റസ്റ്റ് വന്ന സിലബസ് പ്രകാരമുള്ള ടോപ്പിക്സ് നമുക്ക് ആ 2 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. കുറച്ച് സമയം കൂടിയാലും നമുക്ക് തീർക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണം അന്ന് ലൈവ് ക്ലാസ് കാണാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ റെക്കോർഡിംഗ് 2, 3, 4 മൊഡ്യൂൾ ആക്കിയിട്ട് ഞങ്ങൾ റെക്കോർഡിംഗ് ഞങ്ങൾ ആപ്പിൽ ഇടുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഈസിലി കണ്ടു തീർക്കാനും. അത് മാത്രമല്ല, ഇൻ കേസ് നമുക്ക് 2 ഡേയ്സിൽ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ, അപ്പൊ അടുത്ത ചോദ്യം അതാണ്, 2 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഷെഡ്യൂളിന്റെ ലാസ്റ്റ് അതിനാണ് ഞങ്ങൾ ഇവിടെ ബഫർ എന്ന് പറഞ്ഞിട്ട് 2-ാം തീയതി തൊട്ട് 4-ാം തീയതി വരെ 3 ദിവസം അത് ഇനി എക്സ്റ്റെൻഡ് ചെയ്യാട്ടോ. നമുക്ക് എക്സാം വരുന്നത് December 1-ാം തീയതിയാണ്. എന്നാലും ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും നേരത്തെ ഷെഡ്യൂൾ പ്രകാരം ക്ലാസ് തീർക്കുന്നത് വെച്ചാൽ അതും ഞങ്ങളെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ എക്സാമിന്റെ തലേ ദിവസം കൊണ്ട് ക്ലാസ് തീർത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം
സ്റ്റുഡൻസിന് റിവിഷൻ ചെയ്യാൻ ടൈമില്ല, സ്റ്റുഡൻസിന് മോക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ സമയമില്ല, ഗ്രാൻഡ് ടെസ്റ്റ് ചെയ്യാൻ സമയമില്ല. നിങ്ങൾക്കറിയാലോ ഇതൊരു MCQ ബേസ്ഡ് എക്സാം ആണ്, ഇതൊരു തിയറി എക്സാം അല്ല. ഫൈനൽ ഇയർ നമുക്ക് കോളേജിലൊക്കെ ഉള്ള പോലത്തെ എഴുത്ത് പരീക്ഷയല്ല, ഇതൊരു MCQ ബേസ്ഡ് എക്സാം ആണ്. അതിന് വേണ്ടത് MCQ സോൾവിങ് സ്കില്ലാണ്. നമ്മൾ ഒരുപാട് തിയറി പഠിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഈ പഠിക്കുന്ന തിയറി വെച്ചിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. അതും വെറുതെ ഒരു നമുക്ക് വേണമെങ്കിൽ 10 ക്വസ്റ്റ്യൻ ടൈം ബൗണ്ട് അല്ലാണ്ട് ചെയ്തിട്ടും കാര്യമില്ല. ഇത് ടൈം ബൗണ്ട് ആയി ചെയ്യണം. ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് പോലും ഇല്ല. മെയിൻ എക്സാം വരുമ്പോൾ 90 മിനിറ്റ്സ് കൊണ്ടാണ് 100 ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് പോലും ഇല്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ 2023 അസിസ്റ്റന്റ് സർജൻ എക്സാം ചെയ്തവർക്ക് അറിയാം, അതിൽ ഒരുപാട് ലെങ്തി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആ ലെങ്തി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് വേണം, ടൈം ബൗണ്ട് ആയിട്ട് ചെയ്തുള്ള പ്രാക്ടീസ് തന്നെ വേണം. അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ ടോപ്പിക്സ് തീർത്തിട്ട് പിന്നീട് ഈ ടോപ്പിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള MCQs ഞങ്ങൾ അതും ഗ്രാൻഡ് ടെസ്റ്റ് സീരീസ് ആയിട്ടാണ് ഞങ്ങൾ അത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ MCQ റിയൽ എക്സാമിന്റെ ഓൾമോസ്റ്റ് ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ഇതിലൂടെ തന്നെ കിട്ടും. വെറുതെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടും കാര്യമില്ല, നമുക്ക് ടൈം ബൗണ്ട് ആയിട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ടെസ്റ്റുകളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഡെയിലി MCQs ആയാലും 2 വീക്ക്ലി നടക്കുന്ന ടെസ്റ്റുകളായാലും ഗ്രാൻഡ് ടെസ്റ്റ് ആയാലും എല്ലാം നമുക്ക് ടെസ്റ്റ് പോലെ അറ്റംപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ടൈം മാനേജ്മെന്റ് സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അത് ഈ ഒരു 2 മാസം കൊണ്ട് ഡെവലപ്പ് ചെയ്തെടുത്തേ പറ്റൂ. കാരണം MCQ സോൾവിങ് സ്കില്ലാണ് നമുക്ക് നോളജിനെക്കാട്ടും കൂടുതൽ എക്സാം ടൈമിൽ റാങ്ക് ഡിറ്റർമിനിങ് ആയിട്ട് വരിക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേരള PSC ആസ്പിറൻസ് പഠിക്കുന്ന അക്കാഡമി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു റാങ്ക് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് റിയൽ എക്സാമിന്റെ ഒരു ഏകദേശം ഒരു എക്സ്പീരിയൻസ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് നമുക്ക് ഇനി ഇത് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഈസ് ഇറ്റ് ടു ലേറ്റ് ടു സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് നൗ? അത് ഒരുപാട് പേര് ഇപ്പോൾ ചോദിച്ചത്, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഒരുപാട് പേര് ചോദിച്ച ഡൗട്ടാണ്. ഇതിന് ഉത്തരം ഇത്രയേ ഉള്ളൂ. ഒരുപാട് പേര് ഒരു സംശയം എന്ന് വെച്ചാൽ ഈ 60 ഡേയ്സ് ഈ 2 മാസം മതിയെന്നാണല്ലോ. അതിന്റെ ഡൗട്ട് എത്രയേ ഉള്ളൂ, മതിയാകും. പക്ഷേ വെറുതെ മതിയാകുന്നല്ല, ഞങ്ങൾ പറയുന്ന ഒരു കറക്റ്റ് ഒരു സ്ട്രാറ്റജി ഉണ്ട്. ഈ പറഞ്ഞ തൊട്ട് മുമ്പിട്ട ഷെഡ്യൂൾ പ്രകാരം ഞങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ ക്ലാസ്സസ് കാണണം, കറക്റ്റ് അത് പറഞ്ഞ പോലെ MCQs പ്രാക്ടീസ് ചെയ്യണം, അത് പറഞ്ഞ പോലെയുള്ള നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ, ഗ്രാൻഡ് ടെസ്റ്റ് സീരീസ് ഒക്കെ കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് മോർ ദാൻ ഇനഫ്. ഞങ്ങളുടെ ഓൾറെഡി ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ലൈവ് ക്ലാസ്സസ് എല്ലാം കൂടി കൂട്ടിയാൽ 13-14 സബ്ജക്ട്സ് ആണ് നമുക്ക് ഇപ്രാവശ്യം ഉള്ളത്. എല്ലാ സബ്ജക്ട്സും കൂട്ടിയാൽ പോലും ആകെ വരുന്നത് നിയർലി 75 hours. മാക്സിമം ഞങ്ങൾ നോക്കുമ്പോൾ ബിലോ 75 ആണെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഏതെങ്കിലും ക്ലാസ് കുറച്ച് അധികം വന്നാൽ പോലും നിയർലി നമുക്ക് എത്ര വരുന്നത് 75 hours ഓഫ് ക്ലാസ്സസ് വരുന്നുള്ളൂ. ഏത് ലൈവ് ക്ലാസ് ആണ് ഈ പറയുന്നത്? ലൈവ് ക്ലാസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ലൈവ് ക്ലാസ്സിലൂടെ തന്നെ ഞങ്ങൾ സിലബസിലുള്ള ടോപ്പിക്സ് തീർക്കുന്നുണ്ട്, അപ്പൊ ഈ PYQs തീർക്കുന്നുണ്ട്. അപ്പൊ ഈ ലൈവ് ക്ലാസ്സസ് നിയർലി 75 hours ഓഫ് ലൈവ് ക്ലാസ്. ഇതിലൊരു കാര്യം മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ വിചാരിക്കും 75 hours ഓഫ് ലൈവ് ക്ലാസ് ഡെയിലി 1 മണിക്കൂർ വെച്ച് പഠിച്ചാൽ പോലെ? പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ വരുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ, ഈ ലൈവ് ക്ലാസ് 1 മണിക്കൂറിലെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് കണ്ടാൽ മാത്രം പോരല്ലോ, നിങ്ങൾ അത് നോട്ട് എഴുതിയെടുക്കണം. ഞങ്ങൾ നോട്ട്സ് തരുന്നുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് നോട്ട് എഴുതിയെടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നോട്ട്സ് ഒന്ന് റെഫർ ചെയ്ത് പഠിക്കാനും നിങ്ങൾക്ക് അത് ബന്ധപ്പെട്ട MCQs ഡെയിലി പ്രാക്ടീസ് ചെയ്യാനും നിങ്ങൾക്ക് കുറച്ചുകൂടി സമയം വേണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എന്ത് പറഞ്ഞത്, ഈവൻ വിത്ത് ജസ്റ്റ് 3 hours പെർ ഡേ യു ക്യാൻ ഈസിലി കവർ അവർ ടോപ്പിക്സ്. എന്ന് വെച്ചാൽ ഞങ്ങൾ ഡെയിലി 1 മണിക്കൂറോ 2 മണിക്കൂറോ പഠിക്കാനല്ല, മിനിമം നിങ്ങൾ ഒരു 3 മണിക്കൂർ കണ്ടീഷൻസ് അപ്ലൈ 3 hours മിനിമം ആണ്. 3 hours പെർ ഡേ ഇനിയുള്ള ദിവസങ്ങളിൽ പഠിച്ചേ. കാരണം ഇനിയുള്ള ദിവസം നമുക്ക് റിലാക്സ് ചെയ്ത് പോകാനുള്ള സമയമല്ല ആക്ച്വലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആകെ 60 ഡേയ്സിന്റെ അടുത്തേ ഉള്ളൂ. ഈ 60 ഡേയ്സ് ഡെയിലി ഒരു 3 hours നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ ഈസിലി നിങ്ങൾക്ക് ഞങ്ങളുടെ ലൈവ് ക്ലാസ്സസ് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ പറയുന്ന ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ സ്ട്രാറ്റജിയിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. എക്സ്ട്രാ ഹവേഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. അത് നിങ്ങളുടെ ഷെഡ്യൂൾ പ്രകാരം, നിങ്ങളുടെ ഡ്യൂട്ടിന്റെ ഷെഡ്യൂൾ പ്രകാരം ഒക്കെ നിങ്ങൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ഓക്കെ, നെക്സ്റ്റ് ഹൗ മെനി അപ്ലൈഡ്? ഒരുപാട് പേര് ചോദിച്ചൊരു ഡൗട്ടാണ്. എത്ര പേര്? 15,839 പേര് എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എല്ലാവരും എഴുതണമെന്നില്ല, എന്നാലും അറൌണ്ട് ഒരു 14,000 ആളുകൾ ഈ എക്സാം അറ്റൻഡ് ചെയ്യും. അതിൽ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഒരു അറൌണ്ട് 8,000 to 10,000 ആളുകൾ പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ പരീക്ഷ എഴുതുന്ന ആളുകളായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടി ഏകദേശം ഒരു 2,000 ഡോക്ടേഴ്സിന്റെ അടുത്ത് 2,000-3,000 ഡോക്ടേഴ്സിന്റെ അടുത്ത് ഇപ്രാവശ്യം കൂടിയിട്ടുണ്ട് എക്സാം അപ്ലൈ ചെയ്തതിൽ. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം മിക്കവാറും റെക്കോർഡ് നമ്പർ ആയിരിക്കും. കേരള PSC അസിസ്റ്റന്റ് സർജൻ എക്സാം എഴുതുന്ന ആളുകളുടെ ഏറ്റവും കൂടുതലുള്ള സ്റ്റുഡൻസ് ആയിരിക്കും ഒരു പക്ഷേ ഇത്തവണ. ഇത് ഡോക്ടർ ആര് പറഞ്ഞ പോലെ നമുക്ക് ചിലപ്പോൾ കുറച്ച് പേര് എന്തെങ്കിലും കാരണവശാലും കുറച്ച് പേര് ചിലപ്പോൾ എഴുതില്ല, എക്സാം എഴുതില്ല. എന്നിരുന്നാലും നമുക്ക് നിയർലി ഒരു 12,000-13,000 ഡോക്ടേഴ്സ് ഇപ്രാവശ്യം എക്സാം എഴുതുന്ന തന്നെ എക്സ്പെക്ട് ചെയ്യാം. ഇനി ഈ എക്സ്പെക്ട് ചെയ്യുന്ന ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എക്സാം നിങ്ങൾ വളരെ റിലാക്സ് ചെയ്തെടുക്കേണ്ട ഒരു സാധനമല്ല. ഇത് അത്യാവശ്യം നല്ല നമ്മൾ അത്രയും പ്രാധാന്യം കൊടുത്തിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതേണ്ട എക്സാം തന്നെയാണ്. മുന്നത്തെ സ്ലൈഡിൽ പറഞ്ഞ പോലെ മിനിമം 3 hours പഠിച്ചേ പറ്റുള്ളൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നമ്പർ ഇവിടെ ഞങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. കാരണം ഇത്രയും കോമ്പറ്റീഷൻ ആണ് എക്സാമിനുള്ളത്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഷെഡ്യൂൾ പ്രകാരം ഒരു 3 hours പെർ ഡേ മിനിമം നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക്
ഈ കോമ്പറ്റീഷന് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ പറ്റും. ഈ ഒരു ഇതിൽ സീരിയസ് ആയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ഡോക്ടേഴ്സ് നമ്മുടെ ബാച്ചിൽ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സ്ട്രാറ്റജി, നമ്മുടെ മോക്ക് ടെസ്റ്റ് ഒക്കെ കറക്റ്റ് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് കുറെ ഐഡിയ കിട്ടും. എങ്ങനെയാണ് നിങ്ങളുടെ പ്രിപ്പറേഷന്റെ ലെവൽ കാര്യങ്ങൾ കിട്ടും. ഒരാൾ എക്സാമിന് ആരെങ്കിലും എക്സാമിന് എന്തെങ്കിലും മാർക്ക് കുറഞ്ഞതിൽ ഞാൻ പറയുന്നത് ഒരിക്കലും ഡെസ്പ് ആവല് വേണ്ട. വീണ്ടും നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവരുടെ തിയറി പഠിക്കുന്നതിൽ മാത്രമല്ല കാര്യം, പ്രാക്ടീസ് ചെയ്യുന്നതിലാണ് കാര്യം. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പോയാൽ നിയർലി നമ്മുടെ എക്സാമിനോട് അടുപ്പിച്ചിട്ടുള്ള ഗ്രാൻഡ് ടെസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈസിലി ആ ഒരു ട്രാക്കിലോട്ട് എത്താൻ പറ്റും. നെക്സ്റ്റ്, വിച്ച് സബ്ജക്ട്സ് ആൻഡ് ടോപ്പിക്സ് ഡിസേർവ് മോർ ഫോക്കസ്? ഇതിന് ഉത്തരം എന്താണെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ക്ലിനിക്കൽ സബ്ജക്ട്സിനാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം എന്താണ്, അതിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. മോർ ദാൻ 75% മാർക്കും വരുന്നത് എവിടുന്ന? ക്ലിനിക്കൽ സബ്ജക്ട്സ് എന്നാണ്. 100 മാർക്സ് ആണ്, അറിയാലോ. 100 മാർക്സ് ആണ് കേരള PSC അസിസ്റ്റന്റ് സർജന്റെ റിയൽ എക്സാമിൽ വരുന്നത്. 100 മാർക്സും 90 മിനിറ്റ്സും ആണ്. ഈ 100 മാർക്സിൽ മോർ ദാൻ 75% മാർക്കും വരുന്നത് എവിടുന്നാണ്? ക്ലിനിക്കൽ സബ്ജക്ട്സ് എന്നാണ്. മെഡിസിൻ, സർജറി, OBG, പീഡിയാട്രിക്സ് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ. ഈ 5 സബ്ജക്ട്സ് ആണ്. മാർക്കിംഗ് സ്കീം ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വെബിനാറിലൊക്കെ പറഞ്ഞതാണ്. മെഡിസിന് 14 മാർക്ക്, സർജറി 14 മാർക്ക്, OBG 14 മാർക്ക്, കമ്മ്യൂണിറ്റി മെഡിസിൻ 14 മാർക്ക് ആൻഡ് പീഡിയാട്രിക്സ് 12 മാർക്ക്. മെഡിസിൻ 20 മാർക്ക്, മെഡിസിൻ 20 മാർക്ക്, സർജറി, OBG, കമ്മ്യൂണിറ്റി മെഡിസിൻ 14 മാർക്ക്, പീഡിയാട്രിക്സ് 12 മാർക്ക്. ഇതെല്ലാം കൂടി കൂട്ടി നിങ്ങൾക്ക് നോക്കാം 75%-ന്റെ മേലെ വരും. നിയർലി 75%-ന്റെ മേലെ മാർക്ക് വരുന്ന എവിടുന്നാണ്? ക്ലിനിക്കൽ സബ്ജക്ട്സ് ആണ്. സോ ഈ ഒരു 5 സബ്ജക്ട്സ് മാത്രം നിങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾ നല്ലൊരു ഭാഗം കവർ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ഇത് എളുപ്പമല്ല ഞങ്ങൾ പറഞ്ഞ പോലെ. പിന്നെ ഒരു കാര്യമുണ്ട്, എത്ര മാർക്സ് വേണം എന്നുള്ളൊരു ചോദ്യം വരാറുണ്ട് എപ്പോഴും. സേഫ് സോൺ എന്ന് പറഞ്ഞാൽ എത്ര മാർക്സ് ആണ്? കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് 46.7 ആണ്. ഇത്തവണ നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അറൌണ്ട് ആ ഒരു റീജിയനിൽ തന്നെ ആയിരിക്കും കട്ട് ഓഫ് വരിക. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം കോമ്പറ്റീഷൻ പിന്നെയും കൂടി, എക്സാം കുറച്ച് ടഫ് ആവാൻ, അല്ലെങ്കിൽ മോഡറേറ്റ് ടഫ് ആയിരിക്കും എക്സാം. എളുപ്പമാണെന്നൊന്നും പ്രതീക്ഷ വേണ്ട. കാരണം ഞങ്ങൾ കഴിഞ്ഞ 3 അസിസ്റ്റന്റ് സർജനും, ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ, പിന്നെ വേറൊരു കാറ്റഗറി എക്സാം, ഈ 3 എക്സാം ഞങ്ങളൊന്ന് നോക്കിയപ്പോൾ പണ്ട് നടത്തിയ എക്സാമിന്റെ ടഫ്നെസ്സിലല്ലേ സ്റ്റാൻഡേർഡ് കുറച്ച് ക്ലിനിക്കൽ ക്വസ്റ്റ്യൻസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ ലെങ്തി ക്വസ്റ്റ്യൻസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് വായിച്ച് തീരുമ്പോഴേക്കും നിങ്ങൾ 1 മിനിറ്റ് കഴിയും. അതുകൊണ്ടാണ് പ്രാക്ടീസ് ചെയ്യാനുള്ള കാരണം കൂടി നമ്മൾ ഇപ്രാവശ്യം ഫോക്കസ് ചെയ്യാനുള്ള കാരണം. ഓക്കെ, നെക്സ്റ്റ്, ഹൗ ടു സ്ട്രക്ചർ യുവർ റിവിഷൻ എഫക്റ്റീവ്ലി. നമ്മൾ പറഞ്ഞു നമുക്ക് ഡെയിലി MCQs. ഇപ്പൊ നമ്മൾ റീസെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡെയിലി കുറച്ച് MCQs റീസെന്റ് ആയി പഠിപ്പിച്ച ടോപ്പിക്കിൽ ഡെയിലി കുറച്ച് MCQs പ്രാക്ടീസ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. അതിലും നമുക്ക് എത്ര മാർക്ക് കറക്റ്റായി എക്സ്പ്ലനേഷനും സൊല്യൂഷനും ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും നമ്മൾ മോക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ട്. ആ 2 ആഴ്ച പഠിപ്പിച്ച ലൈവ് ക്ലാസ്സസിന്റെ ടോപ്പിക്സ് ആണ് ആ മോക്ക് ടെസ്റ്റ് നടത്തുക. സോ അതിലെന്ത് നമുക്ക് ചെയ്യാൻ പറ്റും? റിവിഷൻ കൂടിയാണ് അവിടെ നടക്കുന്നത്. ആ 2 ആഴ്ച ഓൾറെഡി ഡെയിലി എടുത്താന്ന് പഠിക്കുക. അതിന് പുറമെ ഈ മോക്ക് ടെസ്റ്റ് ആകുമ്പോൾ നിങ്ങൾ വീണ്ടും അത് റിവൈസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന ഒരു റിവിഷൻ ആണ്. നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങൾ റിവിഷൻ ചെയ്ത് പോവാണ് ആ ടോപ്പിക്സ്. ഓക്കെ, പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ ക്ലാസ്സസും ഈ 60 ദിവസത്തെ 50 ഡേയ്സിന്റെ ഷെഡ്യൂൾ ആണ് ഇട്ടത്. ഈ 50 ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഗ്രാൻഡ് ടെസ്റ്റ് സീരീസ് ആണ് നടത്തുന്നത്. അടുപ്പിച്ചടുപ്പിച്ച് നടത്തി നിങ്ങളെ ബേർഡൻ ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഓരോ മോക്ക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഗ്രാൻഡ് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാനോ 2 to 3 ഡേയ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ 3 ഡേയ്സിനുള്ളിൽ അത് അറ്റംപ്റ്റ് ചെയ്ത് അതിന്റെ റിവിഷൻ കഴിഞ്ഞു, അതിന്റെ സൊല്യൂഷൻസും എക്സ്പ്ലനേഷനും നോക്കി ഇതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് ഗ്രാൻഡ് ടെസ്റ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോകുന്നുള്ളൂ. അപ്പൊ ആ ഒരു പ്രോപ്പർ ഷെഡ്യൂൾ പ്രകാരമുള്ള ആ ഒരു ഗ്യാപ്പ് നന്നായി യൂട്ടിലൈസ് ചെയ്ത് മോക്ക് ടെസ്റ്റും ഈ ഗ്രാൻഡ് ടെസ്റ്റും പിന്നെ ഡെയിലി MCQസും ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഈ കോൺഫിഡൻസ് കൂടും, MCQ സോൾവിങ് സ്കിൽസ് കൂടും. അതിന്റെ കൂടെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുള്ള സിലബസും ഓട്ടോമാറ്റിക് നിങ്ങൾ പോലും അറിയാതെ കവറായി പോകും. അപ്പോൾ ഈ ഒരു ഡെയിലി MCQs ഒന്നും എവിടെയും പോയില്ല. നിങ്ങളിപ്പോ ചെയ്ത് കഴിഞ്ഞാലും എല്ലാ ടെസ്റ്റുകളും സേവ്ഡ് ആയിരിക്കും. നിങ്ങൾക്ക് ലാസ്റ്റ് പെട്ടെന്ന് തന്നെ ടോപ്പിക് വൈസ് എടുത്ത് നോക്കാൻ പറ്റും. ക്വസ്റ്റ്യൻസ് എല്ലാ ആപ്പിലും സേവ്ഡ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, ഈ സ്നേക് PG പ്രിപ്പറേഷൻ ഫോർ കേരള PSC കഴിഞ്ഞ പ്രാവശ്യം വന്ന ഡൗട്ടാണ്. ഇപ്രാവശ്യം നമുക്ക് ഒരുപാട് പേര് വന്ന ഡൗട്ടാണ്. സംഭവം ഉത്തരം എത്രയേ ഉള്ളൂ, മതിയാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സ്നേക് PG എക്സാമിന്റെ പ്രിപ്പറേഷൻ നിങ്ങൾക്കറിയാം 19 സബ്ജക്ട്സ് ഉണ്ട്. ഈ 19 സബ്ജക്ട്സിലും സിലബസ് ഒരുപാട് വാസ്റ്റ് ആണ്. കേരള PSCയുടെ സിലബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം നീറ്റ് PGന്റെ അത്ര വാസ്റ്റ് അല്ല. സിലബസ് അത്ര വാസ്റ്റ് അല്ല. നീറ്റ് PG പ്രിപ്പറേഷൻ നിയർലി അറിയാം. ഏതൊരു ആപ്പ് എടുത്ത് നോക്കിയാലും നിയർലി 6 മന്ത്സിന്റെ അടുത്താണ് പ്രിപ്പറേഷൻ എടുക്കുന്നത്. പക്ഷേ ഈ 6 മന്ത്സ് നമുക്കിപ്പോ ഇല്ല. വളരെ ചുരുങ്ങിയ 2 മാസം 60 ഡേയ്സിന്റെ അടുത്താണ് നമുക്ക് ഈ എക്സാമിന് മുമ്പുള്ളത്. പക്ഷേ ഈ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് നിയർലി 13 സബ്ജക്ട്സ് കേരള PSC സിലബസിൽ പറയുന്ന നിയർലി 13 സബ്ജക്ട്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. PMR അടക്കം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ അതിൽ എല്ലാ ഈ PSC സ്പെസിഫിക് ടോപ്പിക്സ് നമുക്ക് ഈ ഒരു 2 മന്ത്സിനുള്ളിൽ നമുക്ക് തീർക്കണം എന്നുണ്ടെങ്കിൽ കേരള PSCക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഡെയിലി നിങ്ങൾ ഒരു 3 ഹവേഴ്സ് ഈ ഒരു സമയത്ത് നിയർലി ഒരു 3 ഹവേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ കൂടെ ഡെയിലി ഒരു 3 ഹവേഴ്സ് PSC പ്രിപ്പറേഷന് വേണ്ടി സ്പെൻഡ് ചെയ്യാം.
അത് നിങ്ങൾക്ക് ഒരിക്കലും ലോസ് ആവില്ല. കാരണം ഇതേ ടോപ്പിക്സ് തന്നെയാണ് നീറ്റ് പിജിക്ക് നിങ്ങൾക്ക് ആവശ്യം വരും. നിങ്ങൾക്ക് ആ സമയത്ത് ഭയങ്കര എളുപ്പത്തിൽ അത് അണ്ടർസ്റ്റാൻഡ് അപ്പൊ ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 2 months കൊണ്ട് നിങ്ങൾക്ക് ക്ലിനിക്കൽ നീറ്റ് പിജിയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ചെയ്തിനാ ക്ലിനിക്കൽ സബ്ജക്ട്സിനാണ്. ഈ ക്ലിനിക്കൽ സബ്ജക്ട്സ് നിങ്ങൾക്ക് നിയർലി 2 months കൊണ്ട് ഒരു എക്സ്ട്രാ വേറൊരു ക്ലാസ്സും കൂടി കണ്ട് കുറച്ചും കൂടി ഒരു ഐഡിയ ഉണ്ടാക്കാം. പിന്നെ ഇതേ കാര്യം തന്നെയാണ് നിങ്ങൾക്ക് എതിര് വരുന്നത് അടുത്ത വർഷം വരുന്ന UPSCക്കും ഓൾമോസ്റ്റ് സെയിം സിലബസ് 99% സെയിം ആണ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് അതിനും ഇതേ നമ്മൾ കോഴ്സിന് ക്ലാസ് 1 year വാലിഡിറ്റി വെച്ചത് എന്തിനാണ്? 2 മാസമല്ലേ ഉള്ളൂ എക്സാമിന് എന്നുള്ള ചോദ്യം കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഉത്തരമാണ് ഇപ്പൊ ഡോക്ടർ ഹംറാസ് പറഞ്ഞത്. നിങ്ങൾക്ക് UPSC എക്സാമും കൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് ഈ കോഴ്സ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. UPSCയുടെ കഴിഞ്ഞ 5 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ ഈ കോഴ്സിന്റെ കൂടെ തന്നെ ഒരു എക്സ്ട്രാ ഫീയും ഇല്ല, നമ്മൾ ഇതിന്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു കണ്ടന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കും വളരെ യൂസ്ഫുൾ ആണ്. ഇത് വെച്ച് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ UPSC നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ അത്ര വാലിഡിറ്റി കൊടുത്തിരിക്കുന്നത്. കണ്ടന്റിനാണ് വാല്യൂ. ഓക്കെ, കണ്ടന്റിനാണ് വാല്യൂ. അതിപ്പോ 2 മാസമല്ലേ ഉള്ളൂ എക്സാമിന്, അതുകൊണ്ട് നിങ്ങൾക്ക് കോസ്റ്റ് പ്രൈസ് കുറച്ചുകൂടെ അത് ഫെയർ അല്ലല്ലോ. അത് ഫെയർ അല്ല. ഒന്നാമത് കണ്ടന്റ്സിൽ ഒരു കോംപ്രമൈസും ഇല്ല. രണ്ടാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുന്നേ ജോയിൻ ചെയ്ത ആളുകളൊക്കെ ആ ഫീ അടച്ചിട്ട് തന്നെയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് കോസ്റ്റ് ഫീ 2 മാസമേ ഉള്ളൂ എക്സാം എന്ന് പറഞ്ഞിട്ട് കോസ്റ്റ് ഫീ റിഡ്യൂസ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും. ഹൗ മെനി ഹവേഴ്സ് പെർ ഡേ ഷുഡ് യു ഡെഡിക്കേറ്റ് ഫ്രം നൗ ഓൺ? ഇതിന് ഉത്തരം എത്രയേ ഉള്ളൂ? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, മിനിമം 3 hours എങ്കിലും നിങ്ങൾ ഡെയിലി സ്പെൻഡ് ചെയ്യുക. ഇത് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് സ്പെൻഡ് ചെയ്യണം. ഒരു ദിവസമോ 2 ദിവസമോ അല്ല, അടുത്ത 60 ദിവസം, നിയർലി 60 days ഉള്ളൂ നമുക്ക് എക്സാമിന്. ആ 60 ദിവസം നിയർലി നിങ്ങൾ 3 hours വെച്ച് പോവുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഞങ്ങളുടെ കോഴ്സ്, ഈ കേരള PSC അസിസ്റ്റന്റ് സർജൻ ഞങ്ങളുടെ കോഴ്സ് നിങ്ങൾക്ക് ഈസിലി കവർ ചെയ്യാമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് എക്സാം എഴുതാൻ പോവാം. ഓക്കെ, അത് ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ്. ഇതിലും ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ക്വാളിറ്റി ഓഫ് സ്റ്റഡി ആണ് മോർ ദാൻ ക്വാണ്ടിറ്റിയിൽ കാര്യം. കുറേ ഹവേഴ്സ് ഇരുന്ന് പഠിച്ചിട്ടല്ല കാര്യം. നമുക്ക് എന്താണോ വേണ്ടത് ആ കാര്യങ്ങൾ മാത്രം പഠിക്കാൻ അത്രേ സമയമുള്ളൂ. നമുക്ക് എന്താണോ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, എന്താണോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത്, ആ ഒരു ഏരിയാസ് ഫോക്കസ് ചെയ്ത് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക. ഈ ഒരു ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പഠിക്കുന്നത് മാക്സിമം റിവൈസ് ചെയ്യുക എന്റെ ഒരു അഭിപ്രായമാണ്. കുറെ പഠിക്കുന്നതിനല്ല, ഡെയിലി പഠിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഒരു ഡെയിലി 1.5 മണിക്കൂറിന്റെ 2 മണിക്കൂറിന്റെ ലൈവ് ക്ലാസ് ആണ് കാണുന്നുണ്ടെങ്കിൽ അത് വീണ്ടും റിവൈസ് ചെയ്യുക, അതിന് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതിലാണ് കാര്യം. കുറെ പഠിക്കുന്നതിലല്ല, പഠിച്ചത് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിലാണ് കാര്യം. നെക്സ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 ബാച്ചസ്. ഇനിയിപ്പോ നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്ക് 2 കോഴ്സ് ഉണ്ട്. അത് പറയും. നമുക്ക് 2 ബാച്ചസ് ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒന്ന് ഫൈനൽ എഡ്ജ് ബാച്ചും ഒന്ന് മാസ്റ്റർ കേരള PSC അസിസ്റ്റന്റ് സർജൻ ബാച്ചും. ഈ ഫൈനൽ എഡ്ജ് ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇപ്പൊ റീസെന്റ് പഠിച്ചു തുടങ്ങിയ ആളുകൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ അങ്ങനെ ഒരു ബാച്ചിനെ സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ ശരിക്കും വിചാരിച്ചിട്ടില്ല ഒരു ബാച്ച് തുടങ്ങേണ്ടി വരുന്നത്. കാരണം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്ക് സിസ്റ്റമാറ്റിക് ആയി പോയി കഴിഞ്ഞാൽ ഈ ഒരു 2 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് സിലബസും PYQസും കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഞങ്ങൾ എല്ലാ ഫാക്കൽറ്റീസുമായി ഡിസ്കസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു ഷെഡ്യൂൾ പ്രകാരം ക്ലാസ്സസ് നടത്തുന്നതിനാണ് ഈ ഫൈനൽ എഡ്ജ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. കണ്ടൻസ് ലൈവ് ക്ലാസ് 2 ഷെഡ്യൂൾ 2 ബാച്ചസിനും സെയിം ആണ്. ഈ റെക്കോർഡഡ് ക്ലാസ്സസും ഈ 2 ബാച്ചിനും സെയിം ആണ്. പിന്നെ ഞങ്ങൾ 2015 ഓൺവേർഡ്സ് ഉള്ള എല്ലാ PYQസും സബ്ജക്ട് വൈസ് വിത്ത് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അതും 2 ബാച്ചിന് സെയിം ആണ്. കണ്ടൻസ് കംപ്ലീറ്റ്ലി 2 ബാച്ചിനും സെയിം ആണ്. അപ്പൊ നിങ്ങളിപ്പോ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്താലും മറ്റേ ബാച്ചിന് ഒന്ന് എക്സ്ട്രാ കിട്ടിയതായിട്ട് വിചാരിക്കേണ്ട. 2 ബാച്ചും സെയിം ആണ്. കോസ്റ്റ് ഫീ 2 ബാച്ചിനും സെയിം ആണ്. കറന്റ് നമ്മൾ ഒരു ബാച്ചാണ് റൺ ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ ബാച്ചിന്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇനി നമുക്ക് ആകെ 50 ഡേയ്സിന്റെ അടുത്തുള്ളൂ. അപ്പൊ പുതിയ ബാച്ച് തന്നെയാണ് ഇപ്പൊ റെലവെന്റ് ആയിട്ടുള്ളത് കൊണ്ടാണ് മാസ്റ്റർ കേരള PSC അസിസ്റ്റന്റ് സർജൻ എന്ന് പറഞ്ഞ ആ ബാച്ചിലെ അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ ഫൈനൽ എഡ്ജ് ബാച്ചിലേക്ക് മാത്രമേ അഡ്മിഷൻ എടുക്കുന്നുള്ളൂ. അപ്പൊ ഈ ഡോക്ടർ ഹരി പറഞ്ഞ പോലെ കണ്ടന്റ് മാറുന്നില്ല. സെയിം കണ്ടന്റ് തന്നെയാണ് 2 ബാച്ചിലും കൊടുക്കുന്നത്. ഇവിടെ ഞങ്ങൾ ആകെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ എക്സ്ട്രാ ഒരു പുതിയ ഷെഡ്യൂൾ ഉണ്ടാക്കി. എന്തിനാണ്? ഈ ഒരു 50 ദിവസം കൊണ്ട് ഓൾറെഡി കൊടുത്തിരിക്കുന്ന കണ്ടന്റ് അവർക്ക് കറക്റ്റ് ആയിട്ട് തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ഷെഡ്യൂൾ പുതിയത് കൊടുത്തു. മാത്രമല്ല ഇതുപോലെ അവർക്ക് ഈ 50 ദിവസം കൊണ്ട് തീർക്കാനുള്ള ഇതുപോലത്തെ ചെറിയ ചെറിയ മെന്റർഷിപ്പ് സെഷൻസും നമ്മൾ കൊടുക്കും. ഈ മെന്റർഷിപ്പ് സെഷനും 2 ബാച്ചിനും ഞങ്ങൾ കൊടുക്കുന്നതായിരിക്കും. കാരണം 2 ബാച്ചിനും ഈ ലിങ്ക് ഞങ്ങൾ ഷെയർ ചെയ്യും. 2 ബാച്ചിനും എക്സ്ക്ലൂസീവ് ആയിട്ട് സ്റ്റുഡൻസിന് വേണ്ടി ഞങ്ങൾ നടത്തുന്ന വെബിനാർസ് കാണാൻ പറ്റും. ഈ വെബിനാറിൽ ഞങ്ങൾ മാത്രം, ഇതിപ്പോ ഞങ്ങളൊരു ജനറൽ വെബിനാർ ആയതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. ഇനിയുള്ള വെബിനാർസ് നമ്മുടെ സ്റ്റുഡൻസിനുള്ള വെബിനാറിൽ നമ്മുടെ പ്രീവിയസ് ഇയർ ടോപ്പർ വരും. ഓൾറെഡി നമ്മുടെ യൂട്യൂബ് കണ്ടവർക്ക് അറിയാം, നമ്മുടെ ടോപ്പർ ഡോക്ടർ ആതിര അറബി കഴിഞ്ഞ അസിസ്റ്റന്റ് സർജൻ എക്സാമിലെ 5th റാങ്ക് ആയിരുന്നു. ഡോക്ടർ ആതിര അറബിയുടെ വീഡിയോ നമുക്ക് യൂട്യൂബ് നോക്കിയാൽ കാണാൻ പറ്റും. ആതിര വരും. നമ്മുടെ അഫ്താബ്, നമ്മുടെ പ്രീവിയസ് അസിസ്റ്റന്റ് സർജൻ ഓൾറെഡി വർക്ക് ചെയ്തിരുന്ന ഡോക്ടർ അഫ്താബ് വരും. ഡോക്ടർ സുബിൻ മേഘ, അങ്ങനെ ഒരുപാട് പേര്. എന്തൊക്കെ ക്രൈസിസ് അല്ലെങ്കിൽ എന്തൊക്കെ കൺഫ്യൂഷൻസ് ആണ് ഉള്ളത് ജസ്റ്റ് ഞങ്ങളോട് പറയാം. അത് എങ്ങനെ തരണം ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് അത് ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന് കറക്റ്റ് ഹെൽപ്പ് ചെയ്യും, അതിന് സൊല്യൂഷൻ നിങ്ങൾക്ക് തരും. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ ഡൗട്ട് നോക്കാനാണ്. നമ്മളോട് ചാറ്റ് സെക്ഷനിൽ ജസ്റ്റ് ഇപ്പൊ ആരെങ്കിലും ഡൗട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ സ്റ്റുഡൻസിനോട് എല്ലാവരോടും എനിക്കൊരു റിക്വസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, വാട്സ്ആപ്പ് ഗ്രൂപ്പ് നമ്മൾ നടത്തുന്ന ഡിസ്കഷൻസും പിന്നെ ഈ ഡൗട്ട് ക്ലിയറൻസും ഒക്കെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആവുക.
ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആകുമ്പോൾ അത് കൂടുതൽ നിങ്ങൾക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. എക്സാം ടൈമിൽ ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റിന്റെ ഉത്തരമായി മാറാൻ പോകുന്നത്. അപ്പൊ ഇനി നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. Is it possible please upload the recording of these meetings? ഈ പ്രീ റെക്കോർഡഡ് PYQ ഡിസ്കഷൻ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 2023 ബാച്ചിൽ 2023 വരെയുള്ള PYQs, അതിനുശേഷം സിലബസ് ചേഞ്ച് ആയി 2023 വരെയുള്ള PYQs ഡിസ്കസ് ചെയ്ത വീഡിയോസ് ഞങ്ങൾ ഈ കോഴ്സിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ റെക്കോർഡിംഗ് ഇടാൻ ശ്രമിക്കാം കേട്ടോ. യൂട്യൂബിൽ ഒരാൾ ചോദിച്ച ഡൗട്ടാണ്. ഓക്കെ, ഇതിന്റെ റെക്കോർഡിംഗ് കിട്ടുമോ നോക്കാം. നമുക്ക് യൂട്യൂബിൽ ഇടാൻ ശ്രമിക്കാം. പ്രീ റെക്കോർഡ് PYQ ഡിസ്കഷൻ ഓൾറെഡി. അടുത്ത ഡൗട്ട് കുറെ പേര് ചോദിച്ചു. നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തു. കൺഫർമേഷൻ എല്ലാവരും കൊടുക്കുക. October 11th വരെ ടൈം ഉള്ളൂ. അതിനു മുമ്പ് കൺഫർമേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ എക്സാം എഴുതാൻ പറ്റില്ല. ഓക്കെ, കൺഫർമേഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെ ബ്ലോക്ക് ചെയ്യൊന്നുമില്ല. ജെന്യൂൻ റീസൺ ആണെങ്കിൽ ബ്ലോക്ക് ചെയ്യില്ല. ഞങ്ങളെ വിളിച്ചന്വേഷിച്ചപ്പോൾ ഡോക്ടേഴ്സിന് PSC ഒന്നും അങ്ങനെ നമ്മൾ എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇതുവരെ ആരെയും ബ്ലോക്ക് ചെയ്തിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. അഥവാ ബ്ലോക്ക് ചെയ്താൽ നിങ്ങൾക്ക് അപ്പീൽ ചെയ്യാൻ പറ്റും. അതൊന്നും പ്രശ്നമില്ല. നെക്സ്റ്റ്, ഈസ് ഇറ്റ് പോസിബിൾ ടു റൈറ്റ് അഡീഷണൽ പോയിന്റ്സ് ഇൻ ദ നോട്ട്സ് വിച്ച് ആർ അവൈലബിൾ ഇൻ ദി ആപ്പ് while listening to the class on another device? So I have to write additional points. ഇതിനൊരു പ്രശ്നമുണ്ട്. നമ്മൾ 2 ഡിവൈസിൽ ഒരേ ടൈം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിവൈസിൽ ലോഗ് ഔട്ട് ആയി പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ആവശ്യം ഞങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു 1 വീക്ക് കൊണ്ട് ആപ്പിന് ഒരു അപ്ഡേറ്റ് വരാൻ പോകുന്നുണ്ട്. ആ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പിൽ തന്നെ അന്നോട്ടേറ്റ് ചെയ്യാനുള്ള ഫീച്ചറും വീഡിയോ മിനിമൈസ് ചെയ്ത് കാണാനുള്ള ഫീച്ചറും, പിന്നെ നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള മൊഡ്യൂൾസ് പ്രിപ്പയർ ചെയ്ത് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ച ടോപ്പിക്സ് സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഫീച്ചർ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് കൊണ്ടുവരും. പ്രീ റെക്കോർഡ് ആയിട്ട് PYQ ഡിസ്കഷൻ ഇല്ല കേട്ടോ. പ്രീ റെക്കോർഡ് തിയറി ക്ലാസ്സേ ഉള്ളൂ. നെക്സ്റ്റ്, ഈസ് ഇറ്റ് പോസിബിൾ ടു റൈറ്റ് അഡീഷണൽ പോയിന്റ്സ് ഇൻ ദ നോട്ട്സ് വിച്ച് ആർ പറഞ്ഞു. ടോട്ടൽ ക്വസ്റ്റ്യൻസ് 100. യെസ്, 100 ക്വസ്റ്റ്യൻസ്, 100 മാർക്സ്, 90 മിനിറ്റ്സ് കേട്ടോ. പ്ലീസ് മേക്ക് ദ അവൈലബിലിറ്റി ഓഫ് അനോട്ടേറ്റിംഗ് ദ നോട്ട്സ് വൈൽ വാച്ചിങ്. ഡോക്ടർ ഹരി പറഞ്ഞ പോലെ അതിന്റെ ഒരു അപ്ഡേറ്റ് നമുക്ക് വിത്തിൻ 1 വീക്ക് നമുക്ക് കിട്ടും കേട്ടോ. Dear sir, can you provide the previous year question papers as question papers, and if possible the case of conducted by Kerala Police? There is a solved Q bank, but it is നമുക്ക് എല്ലാ കഴിഞ്ഞു പോയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഞങ്ങൾ മോക്ക് ടെസ്റ്റിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് എടുക്കുന്നത് തന്നെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്നാണ്. പിന്നെ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഈ ടോപ്പിക് സിലബസിലുള്ള ടോപ്പിക്സ് ഒന്നുമാണ്. അതുകൊണ്ട് നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ PYQs ഒക്കെ ചെയ്ത് കഴിയുന്നുണ്ട് ഓൾറെഡി. MCQs വരുന്നതോട് ഡോക്ടർ ചോദിച്ച ചോദ്യമാണ്. MCQs വരുന്നത് നമ്മുടെ ആപ്പിൽ തന്നെയാണ്. നമ്മുടെ ആപ്പിൽ MCQs ചെയ്യാനായിട്ട് ഒരു ടെസ്റ്റ് പോർട്ടൽ ഉണ്ട് നമുക്ക്. അതിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ആകെ ചെയ്യേണ്ടത് നമ്മുടെ കോഴ്സ് എടുക്കുക, അവിടെ MCQന്റെ ഭാഗം കാണാം, അവിടെ MCQ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റിയൽ എക്സാം എഴുതുന്ന പോലെ, അതായത് നിങ്ങൾ NEET PG ഒക്കെ എഴുതുന്ന പോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്കിന്റെ അപ്ഡേറ്റ് നമ്മൾ 1 വീക്കിന്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. ഓൾറെഡി നമ്മുടെ ആപ്പിൽ 1-2 അപ്ഡേറ്റ്സ് ഈ 1 വീക്കിനുള്ളിൽ വരുന്നുണ്ട്. അതിൽ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആപ്പിലുണ്ട്. അതിന് പുറമെ നിങ്ങൾക്ക് സബ്ജക്ട് വൈസും നമ്മൾ ടോപ്പിക് വൈസ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു 1 വീക്കിനുള്ളിൽ അതിന്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ആപ്പിൽ തന്നെ കിട്ടുന്നതായിരിക്കും. കട്ട് ഓഫ് എത്ര ഓൾറെഡി പറഞ്ഞു. ഇൻസ്റ്റെഡ് ഓഫ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് PDF പ്ലീസ് ഗീവ് ഇറ്റ് MCQ. അത് തരുന്നുണ്ട്. നമ്മൾ സബ്ജക്ട് വൈസ് ആയിട്ട് PYQs നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു മോക്ക് ടെസ്റ്റ് പോലെ തന്നെ പ്രൊവൈഡ് ചെയ്യും. Time to write the notes during live class. Can you provide annotated PDF? Annotated PDF ഓൾറെഡി കൊടുക്കുന്നുണ്ടല്ലോ. ഫാക്കൽറ്റീസ് തരുന്ന അന്നോട്ടേറ്റഡ് PDF ഓൾറെഡി നമ്മൾ ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ നിങ്ങൾക്ക് നോട്ട് എഴുതിയെടുക്കണമെന്നുണ്ടെങ്കിൽ നോട്ട് എഴുതിയെടുക്കും. ക്ലാസ് കണ്ടിട്ട് നോട്ട് എഴുതിയെടുക്കും. ഓൾറെഡി പറഞ്ഞ പോലെ ഡെയിലി ഒരു 1.5 മണിക്കൂറൊക്കെ ക്ലാസ് വരുന്നുള്ളൂ ലൈവ് ക്ലാസ്. നിങ്ങൾക്ക് ലൈവ് ക്ലാസ് കണ്ടിട്ട് അതിന്റെ നോട്ട് വരെ എഴുതിയെടുക്കാൻ വേണമെങ്കിൽ അത് പ്രീ റെക്കോർഡ് ആയിട്ട് ഓൾറെഡി ആപ്പ് കൊടുത്തതിന് ശേഷം ഡെയിലി MCQs നമുക്ക് അതിന്റെ ലിങ്ക് നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ടെസ്റ്റ് പോലെ അറ്റംപ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതിന്റെ വ്യൂ സൊല്യൂഷൻസ്, അതായത് വ്യൂ റിപ്പോർട്ട് അടിക്കുക, വ്യൂ സൊല്യൂഷൻസ് നോക്കുക. അപ്പൊ അതിന്റെ സൊല്യൂഷൻസും ആൻസേഴ്സും നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മൾ ഈ ഇന്ന് നടക്കുന്ന ലൈവ് നമ്മൾ നാളെയാണ് അപ്ലോഡ് ചെയ്യുക. അപ്പൊ ആ ലൈവ് ക്ലാസ് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് എഴുതിയെടുക്കാം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നമുക്ക് പല പല ടൈം സ്പീഡിൽ നമുക്ക് വീഡിയോസ് കാണാൻ പറ്റും ആപ്പിൽ. ആ രീതിയിൽ നിങ്ങൾക്ക് നോട്ട് എഴുതിയെടുക്കാം. അല്ലാതെ നമുക്ക് ഓൾറെഡി നടത്തുന്ന ലൈവ് ക്ലാസ് നമുക്ക് സ്ലോ ആക്കി നടത്താൻ പറ്റില്ല നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി. കാരണം അത് മാക്സിമം ക്രിസ്പ് ക്ലിയർ ആൻഡ് നമുക്ക് മാക്സിമം കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം പോയിന്റ്സ് ഉണ്ടാക്കുന്ന ക്ലാസ്സസ് ആണ്. PDF മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് തരാൻ പറ്റില്ല. കാരണം അത് ഈ ഒരു ക്രിട്ടിക്കൽ ടൈമിൽ നമ്മൾ അതിനുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും വാട്സപ്പ് ചാനലിലും വഴി മൊത്തം പരക്കും. അപ്പോൾ ഇതിന്റെ ഒരു ആ വാല്യൂ ഇല്ലാതാവും. കാരണം എല്ലാവരുടെ കയ്യിലും ഈ ഒരു മെറ്റീരിയൽ സ്റ്റഡി മെറ്റീരിയൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവർക്കും നന്നായിട്ട് അത് വെച്ചിട്ട് പഠിക്കാനും പറ്റും. നിങ്ങൾ ഈ കോഴ്സ് വാങ്ങിച്ചതിന്റെ ഒരു ബെനിഫിറ്റ് ഡെയിലി MCQs എവിടെയാണ് കിട്ടുന്നത് ഫോർ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ചോദ്യമുണ്ട്. ഞാൻ പറഞ്ഞു നോട്ട്സ് അവൈലബിൾ. നോട്ട്സ് അവൈലബിൾ ആക്കാം. നോട്ട്സ് എത്രയും പെട്ടെന്ന് തന്നെ പുതിയ അപ്ഡേറ്റ് വരുന്നു പറഞ്ഞല്ലോ. ആ അപ്ഡേറ്റിൽ നമ്മൾ നോട്ട്സ് അവൈലബിൾ ആക്കും. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ തന്നെ അനോട്ടേറ്റ് ചെയ്യാനുള്ള ഫീച്ചറും സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ സർജറി ക്ലാസ് ഒക്കെ ഓൾറെഡി
മാക്സിമം പോയിന്റ്സ് സാർ സ്ലൈഡ്സിൽ തന്നെ പറഞ്ഞുകൊണ്ട് ഓൾമോസ്റ്റ് ഈക്വൽ ടു നോട്ട്സ് തന്നെയാണ്. സർജറി ഇല്ല, ഒരുവിധം ഓൾമോസ്റ്റ് എല്ലാ മെഡിസിൻ ആയാലും ഒക്കെ ഓൾമോസ്റ്റ് നമ്മൾ ആ രീതിയിലാണ് ഫാക്കൽറ്റീസിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാക്സിമം ടോപ്പിക്സ്, മാക്സിമം കണ്ടന്റ്സ് സ്ലൈഡിൽ തന്നെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതൊരു ഒരു നോട്ട് പോലെ തന്നെ ടോപ്പിക് വൈസ് ആയിരിക്കും, പക്ഷെ കമ്പൈൻഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു സബ്ജക്ട് നോട്ട് ആയിട്ട് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ആഫ്റ്റർ ദി സബ്ജക്ട്. നെക്സ്റ്റ് ഓഫ്ലൈൻ നോട്ട്സ് കൺസൈസ് ആക്കി 2 months അത് നമ്മൾ ഉത്തരം പറഞ്ഞു. 2 months മതി. ഒരുപാട് പേര് ഡൗട്ട് അതാണ്, അത് നമ്മൾ ഉത്തരം പറഞ്ഞു. ഡിഫറൻസ് നിങ്ങൾ 2 months മതി എന്ന് പറയുമ്പോൾ പ്രൊവൈഡഡ് യു സ്പെൻഡ് അറ്റ്ലീസ്റ്റ് 3 hours പ്രകാരം. ഓക്കെ, നെക്സ്റ്റ് എവിടെയാണ് ഡിസ്കഷൻ നടക്കുന്നത്? പ്ലീസ് മേക്ക് ദ സൊല്യൂഷൻസ് മോക്ക്. അത് ഞാൻ പറഞ്ഞു. അപ്രോക്സിമേറ്റ്ലി ഹൗ മെനി വേക്കൻസീസ് ക്യാൻ യു എക്സ്പെക്ട്? മോർ ദാൻ 500, നിയർലി 1000 വേക്കൻസീസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം ഇനി ഒരു എക്സാം 2029 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം ആ ഒരു 3 വർഷത്തെ ലിസ്റ്റ്, ഈ ലിസ്റ്റ് നിന്നായിരിക്കും 3 വർഷത്തെ വേക്കൻസി. ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ഇല്ല കേട്ടോ, അത് പണ്ടായിരുന്നു ചോദിച്ചിരുന്നത്. ഇപ്പൊ 2023 പുതിയ സിലബസ് 100 ക്വസ്റ്റ്യൻസും സബ്ജക്ട് തന്നെയാണ്. പ്രീ ക്ലിനിക്കൽ സിലബസിലുണ്ട്. യെസ് അല്ല, മെയിൻ ആയിട്ട് ഇത്തവണ നമ്മുടെ പ്രീ ക്ലിനിക്കൽ സബ്ജക്ട്സ് എന്ന് പറഞ്ഞതില്ല, മെയിൻ ആയിട്ട് ക്ലിനിക്കൽ സബ്ജക്ട്സ് തന്നെയാണ് ഇപ്പൊ നമുക്ക് ഈ കേരള PSC അസിസ്റ്റന്റ് സർജനിൽ വരുന്നത്. ENT, ഒഫ്താല്, PSM തൊട്ട് പിന്നെ നമ്മളെ ഫൈനൽ ഇയർ അവസാനത്തെ ഫൈനൽ ഇയർ എക്സാം ഫൈനൽ ടോപ്പിക് സബ്ജക്ട്സ് ആയ മെഡിസിൻ, സർജറി, OBG, പീഡിയാട്രിക്സ്, അനസ്തീഷ്യ, ഡെർമറ്റ്, സൈക്കാട്രി, റേഡിയോ ഇല്ല, ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഇല്ല. ഓൾമോസ്റ്റ് 13 സബ്ജക്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ ആപ്പ് എടുത്ത് നോക്കിയാൽ കാണാം. ഓൾമോസ്റ്റ് നിയർലി 13 സബ്ജക്ട്സിന്റെ അടുത്തേ ഉള്ളൂ. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ ടോപ്പിക്സ് ഒക്കെ ഇവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഫോറൻസിക് വരുന്നുണ്ട് ഈ ഒരു സബ്ജക്റ്റില് PSC സിലബസിൽ. ഡെയിലി MCQ എവിടെ അവർ പറഞ്ഞു. വേറെ GK ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇല്ല. ഇറ്റ്സ് വെരി ടൈം കൺസ്യൂമിംഗ് ടു മേക്ക് നോട്ട്സ്. കൈൻഡ്ലി ഗിവ് PDF. നമ്മൾ എല്ലാ ക്ലാസ്സിലും എക്സ്പെക്ട് ആഫ്റ്റർ ദേ ഓൾറെഡി പറഞ്ഞു. ഫുൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാം, നമ്മൾ അത് ക്ലിയർ ചെയ്യുന്നതാണ്. വാട്ട് ഈസ് എക്സ്പെക്ടഡ് വേക്കൻസി എന്ന് പറഞ്ഞു. സബ്ജക്ട്സ് മാർക്ക് ഡിവിഷൻ ഒന്നുകൂടെ പറയുമെന്ന് ചോദിക്കുന്നത്. അതിന്റെ സബ്ജക്ട് എങ്ങനെയാണ്? മെഡിസിൻ ആണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. 20% ഓഫ് ദ എക്സാം വരുന്നത് മെഡിസിൻ ആണ്. 20 മാർക്സ് മെഡിസിൻ ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇത്തവണ ഏകദേശം നിയർലി 12 hours അടുത്ത് മെഡിസിൻ തന്നെ വരും ക്ലാസ്സസ്. ഓക്കെ, ആഫ്റ്റർ മെഡിസിൻ പിന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് 3 സബ്ജക്റ്റിനാണ്. അത് ഏതൊക്കെ വെച്ചാൽ ഒന്ന് കമ്മ്യൂണിറ്റി മെഡിസിൻ, മറ്റൊന്ന് സർജറി, മറ്റൊന്ന് OBG. പിന്നെ വരുന്ന ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് പീഡിയാട്രിക്സ് ആണ്, 12 മാർക്ക്. അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം കൂടി കണക്കൂട്ടിയാൽ മനസ്സിലാവും മോർ ദാൻ 75% മാർക്സ് വരുന്നത് എവിടുന്നാണ്? ഈ പറഞ്ഞ 5 സബ്ജക്ട്സ് എന്നാണ്. പിന്നെ വരുന്നതാണ് ചെറിയ സബ്ജക്ട്സ് ആണ്. ഏതൊക്കെ? ENT, ഒഫ്താല്, അനസ്തീഷ്യ, ഡെർമറ്റ്, സൈക്കാട്രി, ഫോറൻസിക്, റേഡിയോ ഇല്ല. ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഇല്ല എക്സാമിന്. അതുകൊണ്ട് റേഡിയോളജിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് കുറവാണ്. ഓർത്തോ, PMR ഇത്രയും. PMR എന്ന സബ്ജക്ട് ആക്ച്വലി വളരെ വെയിറ്റേജ് കുറവാണ്. പക്ഷെ നമുക്ക് അത് വിടാൻ പറ്റില്ല. കാരണം 1 മാർക്കോ 2 മാർക്കോ അതിന് ചോദിച്ചാൽ പോലും അത് നമുക്ക് റാങ്ക് ഡിറ്റർമിനിങ് ആവാം. അതുകൊണ്ട് അത് നമുക്ക് വിടാൻ പറ്റില്ല. കുറച്ച് ടോപ്പിക്സ് ചെയ്ത് പഠിക്കാനുള്ളൂ. ആ ടോപ്പിക്സ് നന്നായിട്ട് പഠിക്കാം. നമ്മുടെ സിലബസിലോട് നമ്മുടെ ഫാക്കൽറ്റി ഡോക്ടർ ആൽബിൻ നന്നായി പഠിപ്പിക്കുന്നുണ്ട് ആ സബ്ജക്ട്. നിങ്ങൾക്ക് അത് ഈസിലി കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സാർ പഠിപ്പിക്കുന്നത്. ഓക്കെ, മറ്റൊന്ന് നോട്ട്സ് ആപ്പിൽ തന്നെ ഡൗൺലോഡ് ആക്കാൻ പറ്റുമോ? നമ്മൾ പറഞ്ഞു. ഇപ്പൊ പ്രൊവൈഡ് ചെയ്യുന്ന പറയുന്ന നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ സബ്ജക്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഒരു കുറച്ച് കൺസൈസ് ആയിട്ടുള്ള കമ്പൈൻഡ് നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതാണ് ഈ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന നോട്ട്സ്. അതിൽ തന്നെ അനോട്ടേറ്റ് ചെയ്യാനുള്ള ഫീച്ചർ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഹാർഡ് കോപ്പി നോട്ട്സ് അത് പറ്റില്ല കേട്ടോ. ഹാർഡ് കോപ്പി പറ്റില്ല. നമ്മൾ ഓൺലൈൻ സോഫ്റ്റ് കോപ്പി ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് MCQ PDF ആപ്പിലെ ടെസ്റ്റ് മോഡ് പോലെ ഉണ്ടോ? PDF ആയിട്ടോ? അല്ല, MCQs ഉണ്ട്, ടെസ്റ്റ് മോഡ് ആയിട്ടും ഉണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് PDF ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നോട്ട്സ് PDF ജോയിൻ ക്ലാസ് ഇത് റിക്വസ്റ്റ് യു ടു കൺസൈസ് ചെയ്യാം. നോട്ട്സ് കുറച്ചും കൂടെ കൺസൈസ് ആയിട്ട് ഞങ്ങൾ ശ്രമിക്കാം. കാരണം എന്താ വെച്ചാൽ മാക്സിമം കൺസൈസ് പോയിന്റ്സ് എല്ലാം കവർ ചെയ്യേണ്ടത്. നമുക്ക് സിലബസിലുള്ള നമ്മുടെ ടോപ്പിക്സ് എല്ലാം നമ്മൾ മാക്സിമം ഷോർട്ട് ആക്കിയിട്ട് ഫാക്കൽറ്റീസിനോട് പറഞ്ഞിട്ട് എന്തെങ്കിലും എക്സ്ട്രാ ലെങ്തി ആണെങ്കിൽ നമുക്ക് ഒന്നുകൂടി കൺസൈസ് ചെയ്യാം. ലൈവ് ക്ലാസ് രാത്രി തന്നെ അപ്ലോഡ് ചെയ്യുക, അത് ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ ലൈവ് ക്ലാസ് കഴിയുന്നത് എപ്പോഴാണ്? 9:30 സമയമാകുമ്പോൾ നമുക്കത് ക്ലാസ് പ്രോസസ് ചെയ്ത് കിട്ടാൻ തന്നെ കുറച്ച് സമയമാണ്. അതിനുശേഷം എഡിറ്റ് ചെയ്യണം, അത് ഇടാൻ കുറച്ച് സമയമാണ്. പ്രോസസിംഗ് ടൈം തന്നെ ഡിലേ ആവുന്നതുകൊണ്ടാണ് നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ വീഡിയോസിന്റെ ലിങ്ക് റെക്കോർഡഡ് വേർഷൻ അപ്ലോഡ് ചെയ്യും. ലാസ്റ്റ് എന്താണ് ടുഡേ ക്ലാസ് ടൈമിംഗ്? ക്ലാസ് ടൈമിംഗ് 7:30 ആണ്. തന്നെ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഒരുപാട് ഡൗട്ട് ഓൾമോസ്റ്റ് എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സൺഡേ ആണ്, എല്ലാവരും ബിസി ആണെന്ന് അറിയാം. ഒരു കാര്യം ഞാൻ ഉറപ്പ് നൽകാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഡൗട്ട്, കോമൺ ഡൗട്ട് ഇതാണ്: ഈ 2 മാസം മതിയോ? അതാണ് കോമൺ ഡൗട്ട്. അത് ഞാൻ കറക്റ്റ് ആയിട്ട് ഞങ്ങളുടെ ഇപ്പോഴും കോൺഫിഡന്റ് ആയിട്ട് പറയാണ്.
ഈ 2 മാസം എന്ന് വെച്ചാൽ നിയർലി 60 ഡേയ്സ് ഞങ്ങൾ പറയുന്ന ഈ ഒരു ഷെഡ്യൂൾ പ്രകാരം, ഞങ്ങൾ ഓടി കൊടുത്തിരിക്കുന്ന ഷെഡ്യൂൾ പ്രകാരം ഞങ്ങൾ പറഞ്ഞ പോലെ ക്ലാസ്സസ് കാണുകയും ഞങ്ങൾ പറഞ്ഞ പോലെ MCQs പ്രാക്ടീസ് ചെയ്യുക, ഞങ്ങൾ പറഞ്ഞ പോലെ ഗ്രാൻഡ് ടെസ്റ്റും മോക്ക് ടെസ്റ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്ത് നമ്മൾ പറഞ്ഞ മെന്റർഷിപ്പ് ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉറപ്പ് നൽകാം, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ കേരള PSC അസിസ്റ്റന്റ് സർജന് വേണ്ടിയുള്ള സിലബസ് കവർ ചെയ്യാം. നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് എക്സാമിന് പോകാം. ആകെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ഇപ്രാവശ്യം വേണ്ടി ഞങ്ങൾക്ക് പറയാം, നമുക്ക് ഇത്തവണ കേരള PSCയുടെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പഠിക്കുന്ന ബാച്ച് നമ്മളാണ്. നമുക്ക് ഇത്തവണ ഏറ്റവും കോൺഫിഡന്റ് ആണ്. നമുക്ക് നമ്മുടെ സ്റ്റുഡൻസ് നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കും, അല്ലെ നമ്മുടെ മാക്സിമം കൊടുക്കും. പക്ഷേ അവർ കറക്റ്റ് ആയിട്ട് ഞങ്ങളോട് ഫോളോ ചെയ്യുക, അവർക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നതായിട്ട് ഞങ്ങൾ ഗ്യാരണ്ടിയാണ്. ഞങ്ങൾ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസ് ആണ് ഇപ്രാവശ്യം സെലക്ട് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ബെസ്റ്റ് അപ്രോച്ചാണ് ഞങ്ങൾ ഇപ്രാവശ്യം കൊടുത്തിട്ടുള്ളത്. 1 വീക്കിനുള്ളിൽ ഡോക്ടർ അലി പറഞ്ഞ പോലെ വേറെ ഒരുപാട് അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. അത് ഞങ്ങൾ 1 വീക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റുഡൻസിനും നമ്മുടെ ആപ്പിലൊക്കെ ആയിട്ട് നമ്മളത് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ പാർട്ട് കറക്റ്റായി ചെയ്താൽ ഞങ്ങളുടെ പാർട്ട് ഞങ്ങൾ കറക്റ്റായി ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു സിലബസും കവർ ചെയ്യാൻ നല്ലൊരു റാങ്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ, ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ റിസൾട്ടാണ്. അത് നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുത്ത്, ഞങ്ങൾക്ക് ആവശ്യം നിങ്ങളുടെ റിസൾട്ട് ആണ്. നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുത്ത് അത് എത്തിച്ചേരാം. ഓക്കെ, ഞാൻ കുറച്ച് ഡൗട്ട്സ്, ലാസ്റ്റ് വന്ന ഡൗട്ട്സ് ഒന്ന് ബ്രീഫായിട്ട് പെട്ടെന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. മോക്ക് ടെസ്റ്റ് PCയിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. വീക്ക്ലി മോക്ക് ടെസ്റ്റ് അല്ല, 2 വീക്ക്ലിയും പിന്നെ ഡെയിലി മോക്ക് ടെസ്റ്റുകളാണ് ഉള്ളത്. എല്ലാ വീക്ക്ലിയും ഇല്ല, 2 വീക്ക്ലിയാണ് 100 മാർക്സിന്റെ മോക്ക് ടെസ്റ്റ് ഉള്ളത്. ക്വസ്റ്റ്യൻ ബാങ്ക് ആപ്പിൽ ക്വസ്റ്റ്യൻ ബാങ്ക് കൊണ്ടുവരുന്നുണ്ട് ആപ്പിന്റെ അടുത്ത അപ്ഡേറ്റിൽ. പിന്നെ ആഫ്റ്റർ എക്സാം റിസൾട്ട് വരാൻ ഏകദേശം ഒരു മാസം 2 മാസം കൊണ്ട് റിസൾട്ട് വരും. കാരണം അടുത്ത ഇലക്ഷന് മുമ്പ് തന്നെ അതിന്റെ പ്രൊസീഡിങ്സ് ഒക്കെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ഡെയിലി ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യാൻ ആപ്പിൽ തന്നെ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഫ്രീ കണ്ടന്റ് എന്ന് പറഞ്ഞ ഭാഗം പോയിട്ട് അവിടെ ഫ്രീ ടെസ്റ്റ് എന്നുള്ള ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. എല്ലാ ടെസ്റ്റും അവിടെ സേവ്ഡ് ആയിരിക്കും. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇന്ന് ഓർത്തോപെഡിക്സ് ക്ലാസ് ആണുള്ളത്. 7:30 ക്ലാസ്സസ് ഉണ്ടാവുക. നമ്മൾ പറഞ്ഞ ക്ലാസ്സസ്, നമ്മൾ പറഞ്ഞ ലൈവ് ക്ലാസ്സസ് ആയിക്കോട്ടെ, മോക്ക് ടെസ്റ്റ് ആയിക്കോട്ടെ, ഗ്രാൻഡ് ടെസ്റ്റ് ആയിക്കോട്ടെ, മെന്റർഷിപ്പ്, അത് ഞങ്ങൾ കറക്റ്റ് ആയിട്ട് തരും. ഞങ്ങൾ പറഞ്ഞ പോലെ സിലബസ് ഞങ്ങൾ ഫുൾ ആയിട്ട് കവർ ചെയ്ത് തരും. പക്ഷേ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും. ആർക്കും ടെൻഷൻ വേണ്ട. ഒരുപാട് പേര് ടെൻഷൻ ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിന്റെ ഒരു ആവശ്യമില്ല. ഈസി ആയിട്ട് നമുക്ക് തീർക്കാൻ പറ്റും. പ്രൊവൈഡർ നമ്മൾ വെറുതെ ഷെഡ്യൂൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ഇനി ആകെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. ഇനി ആകെ 10-60 ദിവസമേ ഉള്ളൂ. ഈ 60 ദിവസം നിങ്ങൾ എല്ലാ ടെൻഷനും മാറ്റി വെച്ച് കറക്റ്റ് ആയിട്ട് ഡെയിലി ഒരു 3 hours എങ്കിലും നമ്മുടെ ഒരു കോഴ്സിന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് തീർക്കാൻ പറ്റും. ഓക്കെ, അതിന് ഞങ്ങൾ ഗ്യാരണ്ടിയാണ്. ഓക്കെ, സബ്സ്ക്രൈബേഴ്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നമുക്ക് ആപ്പിൽ നിങ്ങൾക്ക് ചാറ്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഒരു സ്റ്റുഡന്റ് സീരിയസ് ആയിട്ട് ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. ഓൾറെഡി നീറ്റ് PGക്ക് പ്രിപ്പയർ ചെയ്ത ആളുകളുടെ ഇടയിൽ നമുക്ക് ഈ ഒരു കോമ്പറ്റീഷന്റെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഓൾറെഡി നീറ്റ് PGക്ക് വാസ്റ്റ് ആണ് ടോപ്പിക്സ്. ആരും ഒരു കാര്യം ഉറപ്പ് തരാം, നീറ്റ് PGന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് റീസെന്റ് വലിയ ആപ്പുകളൊക്കെ തുടങ്ങിയത് ഈ അടുത്താണ്. ആർക്കും ഈ ഡിസംബർ 1-ാം തീയതി ആകുമ്പോഴത്തേനും ഫുള്ള് പോയിട്ട് പകുതി സബ്ജക്ട് തീർക്കാനുള്ള സമയം പോലും ഇല്ല. നമ്മൾ ആ സമയത്താണ് 13 സബ്ജക്ട്സ് ഈ 2 മാസം കൊണ്ട് അത്രയും നമുക്ക് അത്രയും നീറ്റ് PG വാസ്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് കേരള PSC സ്പെസിഫിക് ടോപ്പിക്സ് ഈ 2 മാസം കൊണ്ട് നമ്മൾ നമ്മുടെ ഫാക്കൽറ്റീസിൽ നിന്ന് തീർത്ത് തരുന്നുണ്ട്. അപ്പൊ ഇത്രയും ടോപ്പിക്സ് നീറ്റ് PGക്കാർ പോലും പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അവിടെ നിങ്ങൾക്ക് അപ്പർ ഹാൻഡ് ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കാം. പക്ഷെ ഇത് പോയിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് വിചാരിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് പഠിക്കാന്നല്ല പറഞ്ഞു. ഇപ്പൊ തൊട്ടേ പഠിച്ചു തുടങ്ങണം. ഡെയിലി 3 hours വെച്ച് ഇന്ന് തൊട്ട് തന്നെ പഠിച്ചു തുടങ്ങിയാൽ ഈ 60 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോഴ്സ് ഈസി തീർക്കാൻ. നിങ്ങൾ പഠിക്കണം. അത് ഞങ്ങളുടെ കൂടെ ആവശ്യമാണ്. ഞങ്ങൾ നിങ്ങൾക്ക് ബെസ്റ്റ് കണ്ടന്റ് തരാനാണ് നോക്കുന്നത്. അത് ഞങ്ങൾ തന്നിരിക്കും. പഠിക്കേണ്ടത് നിങ്ങളുടെ ഒരു ചുമതലയാണ്. അത് നിങ്ങൾ ഭംഗിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഞങ്ങൾ ഗ്യാരണ്ടി ചെയ്യുന്നു. ഓക്കെ, PYQs ആപ്പിൽ ഒരു 1 വീക്ക് കൊണ്ട് നിങ്ങൾക്ക് കസ്റ്റം മൊഡ്യൂൾ പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. സൊല്യൂഷൻസ് നിങ്ങൾക്ക് ലിങ്കിലൂടെ കയറി കഴിഞ്ഞാലും ഡെയിലി MCQസിന്റെ സൊല്യൂഷൻ വ്യൂ ചെയ്യാൻ പറ്റും. ആപ്പിലൂടെ കയറിയാലും ചെയ്യാൻ പറ്റും. ഓക്കെ, സോ താങ്ക് യു ഓൾ. നമ്മൾ സമയം ഒരുപാടായി. ഡോക്ടേഴ്സ് എല്ലാവരും ഇത്ര നേരം നിന്ന് തന്നെ വലിയ കാര്യം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. നമ്മൾ ഇനി ഇതുപോലത്തെ സെഷൻസ് നടത്താം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യാം. നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. നമുക്ക് ഒന്നിച്ച് ഞങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇത് ഈ ഒരു എക്സാം കഴിയുന്നവരല്ല, നിങ്ങൾ ഈ എക്സാം പാസ്സായി കഴിഞ്ഞ് ഇന്റർവ്യൂ കഴിഞ്ഞ് പാസ്സാവുന്നവർ, നിങ്ങൾ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നൊരു മെഡിക്കൽ ഓഫീസർ ആയിട്ട് വർക്ക് ചെയ്യുന്നവരെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇത് ഞങ്ങൾ ജസ്റ്റ് എക്സാം കഴിയുന്നവരെ മാത്രമല്ല കേട്ടോ. അത് ഞങ്ങൾ അതിന് ഇന്റർവ്യൂ ഗൈഡൻസും തരും. വെബിനാർസ് ഇതേപോലെ പ്രീവിയസ്ലി ക്രാക്ക് ചെയ്ത ഡോക്ടേഴ്സ് വെച്ചിട്ട് ഇന്റർവ്യൂ ഗൈഡൻസ് വരും. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഡോക്യുമെന്റ് അപ്ലോഡിങ് അങ്ങനെ കുറെ വിഷയങ്ങളുണ്ടല്ലോ, അതുപോലെ നിങ്ങൾക്ക് ഇന്റർവ്യൂ, പിന്നെ 1 ടൈം വെരിഫിക്കേഷൻ, എല്ലാത്തിനുള്ള ഹെൽപ്പും മെന്റർഷിപ്പ് സെഷൻസും വെബിനാർസും നടത്തി നിങ്ങൾക്ക് ഈസി എല്ലാം കവർ ചെയ്ത് തരും കേട്ടോ. അതിലൊന്നും ടെൻഷൻ വേണ്ട. ഓക്കെ, എക്സാം ക്രാക്ക് ചെയ്യുക, മെയിൻ ലിസ്റ്റിൽ കയറി പറ്റുക. അത് മെയിൻ ലിസ്റ്റിൽ കയറി പറ്റി കഴിഞ്ഞാൽ ജോലി ഉറപ്പാ. നിങ്ങൾ ആകെ ചെയ്യുന്ന ഇത്ര കാര്യമുള്ളൂ. ഈ ഡിസംബർ 1-ാം തീയതി വരെ
ക്ലാസ് വരെ ഇന്റർവ്യൂ ഒക്കെ കഴിയും, അതൊക്കെ ശേഷമല്ലേ. നിങ്ങൾ ഇപ്പൊ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഡിസംബർ 1 വരെ പോർഷൻസ് കവർ ചെയ്യുക. ഞങ്ങൾ കൊടുത്ത ലൈവ് ക്ലാസ്സിന്റെ റെക്കോർഡിങ്സും ലൈവ് ക്ലാസ്സസും നമ്മുടെ മോക്ക് ടെസ്റ്റ്, ഗ്രാൻഡ് ടെസ്റ്റ് ഇതൊക്കെ കറക്റ്റ് കവർ ചെയ്തിട്ട് പോർഷൻസ് കവർ ചെയ്യും. ബാക്കി നമുക്ക് പിന്നെ നോക്കാം, അതൊന്നും ടെൻഷൻ അടിക്കേണ്ട, അതിനൊക്കെ സമയമുണ്ട്. ഡിസംബർ 1 വരെ മാക്സിമം എഫോർട്ട് എടുത്തോളൂ. നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അതിന്റെ അതൊക്കെ മാറ്റി വെച്ച് എക്സാമിന് സീരിയസ് ആയിട്ട് PSC അസിസ്റ്റന്റ് സർജൻ എക്സാം ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു സമയത്ത് വേറെ എല്ലാവിധ ബിസി കാര്യങ്ങളും മാറ്റി വെച്ച് നിങ്ങൾക്ക് പല പ്രോബ്ലംസ് ഉണ്ടാവും. വർക്ക് ലൈഫ് ബാലൻസ് പ്രശ്നങ്ങൾ ഉണ്ടാവും, പിന്നെ ഹെക്ടിക് ഷെഡ്യൂൾ ആയിരിക്കും, പിന്നെ ഫാമിലിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ടൈം ഉണ്ടാവില്ല. എല്ലാം ഓക്കെയാണ്. പക്ഷേ നിങ്ങൾ ഈ ഒരു 2 months നിങ്ങൾ കുറച്ച് സാക്രിഫൈസ് ചെയ്യും. 100% നിങ്ങൾക്ക് അതിനുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഓൾ. നന്നായിട്ട് ഇത്ര നേരം ഞങ്ങളോട് നിന്നതിന് എല്ലാവരോടും നന്ദി പറയാണ്. ഓക്കെ, നമുക്ക് ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റും. എല്ലാവരും ഇപ്പൊ തന്നെ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് വിൽ സീ യു ഓൺ ദി അദർ സൈഡ്. താങ്ക് യു സോ മച്ച്.